Good evening. Good evening, sir. 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 Evening. നോക്കല്ലോ എല്ലാവരും, ഫസ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക് നോക്കുമല്ലേ? സാലിബ്രറി എടുത്തോട്ടോ, ഞാനത് പറയണ്ട. ഈവനിങ് പറഞ്ഞു കഴിഞ്ഞ് തന്നെ എടുത്തോ. സാർ അബിൻ സാറെ ബുക്ക് മാറി പെയിന്റ് എടുക്കാൻ പോട്ടെ. എടുത്തു. സോ ചാപ്റ്റർ ഫസ്റ്റ് ക്ലാസ് അല്ലായിരുന്നോ? ചാപ്റ്റർ 6 ഇന്നലെ. Give the general formula of alkanes, single bond. Muhammad Aman. Alkanes. ഒന്നുകൂടി പറയോ? Give the general formula of alkanes. ബുക്കിലോട്ട് നോക്കില്ല. CnH2n+2 അതാണോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ശരിയാ. അൽഫിയ സിദ്ദീഖ്. General formula of alkynes with a triple bond. CnH2n-2. CnH2n-2. Shreya, give an Sir. example for alkene with a double bond. Alkene double bond. CN അല്ല Example. C5H10. C5H10. Why carbon forms organic compounds? Why carbon forms organic compounds? Abdul Aziz. Abdul Aziz. Adil K. Abdul Salam. Carbon has different type of bonds. Carbon forms different type of bonds. Very high ability of calcination. Calcination. Chapter 4 calcination ആണോ? Yeah. ഏകദേശം ആ രൂപം കണ്ടപ്പോ കാൽസിനേഷൻ ആക്കി എടുത്തോ? എല്ലാരും അങ്ങനെയാണോ വിചാരിച്ചിട്ടിരിക്കണോ? കാൽസിനേഷൻ ആണോ? എന്താണെന്ന് പറഞ്ഞ സോയില് കാൽസിനേഷൻ ആണോ അത്? വെരി ഹൈ എബിലിറ്റി ഫോർ catenation. CATE catenation. ഓക്കെ, നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എടുത്തത് ആൽക്കീനെ കുറിച്ചുള്ള അവരുടെ ജനറൽ ഫോർമുല, ദെൻ അവരെ എങ്ങനെ എഴുതാം, ദെൻ അവർക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH2. എല്ലാ ആൽക്കൈൻസിലും ആൽക്കൈൻസിലും CH2 ഡിഫറൻസ് ഉണ്ട്. തൊട്ടടുത്തുള്ള രണ്ട് മെമ്പേഴ്സ് തമ്മിൽ CH2 ഡിഫറൻസ് വരുന്നുണ്ട്, കോമൺ ഡിഫറൻസ്. മൂന്നിനും ജനറൽ ഫോർമുല ഉണ്ട്.
ഓക്കെ, നമ്മൾ ലാസ്റ്റ് എടുത്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ആൽക്കൈൻസ് ആണ് അല്ലെ? ആൽക്കൈൻസിന്റെ ഫോമിലല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? ഓക്കെ, അതിലോട്ട് തന്നെ പോകാം. ഈ കോമ്പൗണ്ട് സി 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 ഈ കോമ്പൗണ്ട് എടുക്കുക. ട്രിപ്പിൾ ബോണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല ഞാൻ ഇട്ടൂല്ലേ, ഞാൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു അല്ലെ? ശരിയാണെന്ന് പറഞ്ഞു അല്ലെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, എച്ച് 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 എച്ച്. C4 H8 വരും, H8 അല്ല H6 എന്ന് വരും. C4 H6 കോമ്പൗണ്ടിന്റെ ഫോർമുല C4 H6 വരും. സിസ്റ്റം കുറെ നേരം കഴിഞ്ഞ് ലോഡ് ചെയ്യുന്നില്ലേ? ഇപ്പോ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താണ്. അപ്പൊ ലോഡ് ചെയ്തപ്പോൾ ചെറിയൊരു സ്ലോ എന്നതാണ്. ശരി, C4H6 ആണ് കോമ്പൗണ്ടിന്റെ ഫോർമുല. നമുക്ക് വേറെ ഒന്നും കൂടെ എഴുതി നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയോ? എഴുതിയിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. C3H4 എഴുതിക്കൊന്ന്. C3H4 പെട്ടെന്ന് എഴുതാം കേട്ടോ. C3H4 ഏത് ബോണ്ടാണ്, ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺ ആണ് C3H4? ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? ആൽക്കൈൻ ഇത് ട്രിപ്പിൾ ബോണ്ട്. അത് നോക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. നമ്പർ ഓഫ് കാർബൺ ആറ്റം നോക്കണം. നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 ആണ്. 3 × 2 ചെയ്യണം. 6 കിട്ടി. ഇവിടെ ഹൈഡ്രജൻ 4 ആണ്. 6 2 മൈനസ് ചെയ്താലേ 4 കിട്ടുള്ളൂ. നമ്മൾ ട്വൈസ് എടുത്തു, 2 മൈനസ് ചെയ്തു. ട്വൈസ് എടുത്ത് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. Cn ഹൈഡ്രജന്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ട്വൈസ് എടുത്തു, 2 മൈനസ് ചെയ്തു. ഇത് ആൽക്കൈൻ ആണ്, ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇനിയാണ് ചെക്ക് ചെയ്യണത്. അപ്പൊ ആദ്യം നമ്പർ ഓഫ് കാർബൺ ആറ്റം നോക്കണം, അതിന്റെ ട്വൈസ് എടുക്കണം. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് എത്താൻ വേണ്ടി ചിലപ്പോൾ അത് തന്നെ കിട്ടും. ട്വൈസ് എടുക്കുമ്പോൾ തന്നെ സെയിം ആകും. അപ്പൊ അത് ആൽക്കീൻ ആകും വിത്ത് ഡബിൾ ബോണ്ട്. ഇനി ട്വൈസ് എടുത്ത് കഴിഞ്ഞിട്ട് 2 ആഡ് ചെയ്യണമെങ്കിൽ ആൽക്കെയിൻ ആകും വിത്ത് സിംഗിൾ ബോണ്ട്. 2 മൈനസ് ചെയ്യണമെങ്കിൽ ആൽക്കൈൻ ആകും. സിമ്പിൾ ആണത്. അറിഞ്ഞില്ലേ? 3 കാർബൺ ആറ്റം 1 2 3. നമുക്ക് 2 സ്ഥലത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇടാം. ഏതെങ്കിലും സ്ഥലത്ത് ട്രിപ്പിൾ ബോണ്ട് ഇടാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു 1 2 3. അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ട് വരും. ഓക്കെ, ദെൻ ഒന്ന് പറഞ്ഞേ, ലെഫ്റ്റ് സൈഡിലെ കാർബൺ ഇനി എത്ര ബാലൻസ് വേണം? ബാലൻസ് ഫിൽ ആവുന്നുണ്ട്. അങ്ങോട്ട് കാണിച്ചു. 3. എല്ലാവരും ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. 3 ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. ഇപ്പൊ തന്നെ ഹൈഡ്രജൻ കൊടുക്കണമെന്നില്ല കേട്ടോ, എല്ലാത്തിലും നോക്കിയിട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെ കാർബൺ ബാലൻസ് വേണോ? ഇനി സെക്കൻഡ് കാർബൺ നോക്കിയൊന്നു. സെക്കൻഡ് കാർബൺ വേണോ? വേണ്ട. ഇതുകൊണ്ടാണ് നോക്കി, റൈറ്റ് സൈഡിൽ 3 ഉണ്ട്. റൈറ്റ് സൈഡിൽ 3 ബോണ്ട് വന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ 1 ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 4 ബോണ്ട് വന്നു. കാർബണിന് 4 ബോണ്ട് വന്നാൽ മതി, 4 ബാലൻസി വന്നാൽ മതി, 4 ബാലൻസി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. റൈറ്റ് സൈഡിലെ കാർബണിന് എത്ര വേണമെങ്കിൽ ഒരെണ്ണോട് വേണം അല്ലേ? 3 എണ്ണം ഓൾറെഡി ഉണ്ട്, 1 ബോണ്ട് ഓൾറെഡി ഉണ്ട്, 1 ബോണ്ട് കൂടി വേണം. അവിടെ ഹൈഡ്രജൻ നമുക്ക് C3H4 4 ഹൈഡ്രജൻ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തും ട്രിപ്പിൾ ബോണ്ട് ഇടായിരുന്നു, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ചെയ്തായിരുന്നു. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു, സിംഗിൾ ബോണ്ട്. ഈ കോമ്പൗണ്ടും വല്ല വ്യത്യാസം ഉണ്ടോ? നോക്കിക്കോ നിങ്ങളൊന്ന്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താ വ്യത്യാസം ഉള്ളത്?
മിറർ ആണ് അതിന്റെ അല്ലെ, മിറർ ഇമേജ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാ വന്നത്. നിങ്ങൾ ഇതിന്റെ സെന്റർ കാർബൺ ആറ്റം എടുത്താൽ മതി. സെന്റർ കാർബൺ ആറ്റത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിന്നുള്ളൂ. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും ചേഞ്ച് ആയി, ഇന്റർചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇനി ഇത് ഈ കോമ്പൗണ്ടിന്റെ കേസ്, ഞാനൊരു കേസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു C4H6 നിങ്ങൾക്ക് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നാലും ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നാലും കോമ്പൗണ്ട് സെയിം ആയിരിക്കില്ലേ? ഇത് കാണിച്ചു തരാം, സംശയമാണെങ്കിൽ ഇത് കാണിച്ചു തരാം. 4 കാർബൺ. ആദ്യം ഞാൻ എഴുതിയത് സെന്ററിലാണ്, സെന്ററിൽ ട്രിപ്പിൾ ബോണ്ട് ഇടുന്നത്. ഞാൻ ഇവിടെ സിംഗിൾ ബോണ്ട് ഇട്ടു, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു, ഇവിടെ സിംഗിൾ ബോണ്ട്. ഈ കോമ്പൗണ്ടും നോക്കിക്കേ, എന്താ വ്യത്യാസം? മിറർ ഇമേജ് അല്ലേ? ആലോചിച്ച് നോക്കി, മിറർ ഇമേജ് അല്ലേ? എന്ത് വ്യത്യാസമുള്ളൂ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 കോമ്പൗണ്ട് സെയിം ആണ് കേട്ടോ. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞു തരും. 2 പേരുടെ നെയിം സെയിം ആണ്, പേര് സെയിം ആണ്, രണ്ടും സെയിം കോമ്പൗണ്ട് ആണ്. ഇത് നമ്മള് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ നേരെ എഴുതും. ഈ കോമ്പൗണ്ട് റിയൽ ലൈഫിൽ നോക്കുമ്പോൾ കുറെ മോളിക്യൂൾസ് ആണ്. ഇവിടെ ഒരു കാർബൺ മോളിക്യൂൾ, കാർബൺ ആറ്റം, ഇതിന് അടുത്ത കാർബൺ ആറ്റം, ഇവരെല്ലാവരും കൂടി ഒരു മോളിക്യൂൾസ് 3 ഡയമെൻഷനിൽ ഇരിക്കുന്നത്, സ്പേസിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറെ എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറുതാണ്. ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കിയാലും ആ സൈഡിൽ നോക്കിയാലും നമ്മൾ 2 ഇമേജാണ് കാണുന്നത്. ആലോചിച്ച് നോക്കി, ഞാൻ ഈ സാധനം എടുത്ത് പിടിച്ചു. ഇത് ഇവിടെ നോക്കുന്ന ഇമേജും ഇവിടെ നോക്കുന്ന ഇമേജും വ്യത്യാസം ഉണ്ടാവില്ലേ? ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ നോക്കുമ്പോ എനിക്ക് ഇത് ഏത് സൈഡിലാണ് കാണുന്നത്? എന്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോ എവിടെ കാണുന്നത്? റൈറ്റ് സൈഡിലല്ലേ? അത് അത്രേ ഉള്ളൂ ഇമേജ്. ഈ മോളിക്യൂൾ എല്ലാം 3Dയിലാണ് വന്നത്, സ്പേസിലാണ് വന്നത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ കാണും, മറ്റേ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും. മനസ്സിലായോ? അത്രേ ഉള്ളൂ കേട്ടോ, കേസ് അത്രേ ഉള്ളൂ. മോളിക്യൂളാണ് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. സ്പേസിൽ ഇങ്ങനെ ഇരിക്കുവാണ്, പല സൈഡിൽ നോക്കണ ചേഞ്ച് അനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടില് ഞാൻ ഈ വരച്ചേക്കണ 4 കാർബൺ ഉള്ള കോമ്പൗണ്ടില് വേരിയേഷൻസ്, 2 വേരിയേഷൻസ് ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, then ഇത്. 2 എണ്ണം ഉള്ളൂ, 3 എണ്ണം ഇല്ല. പറയണ മനസ്സിലാവുണ്ടോ? 2 ടൈപ്പ് ഉള്ളൂ, 3 ടൈപ്പ് ഇല്ല. ഈ 2 ടൈപ്പും സെയിം ആണ്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ഐഡിയസ് ആവശ്യമുണ്ട്, നെയിമിംഗിൽ വരുമ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? സോ നമ്മൾ 3 പേരെ കുറിച്ച് പഠിച്ചു, 3 ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബണിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് ആൽക്കെയിൻ, then alkene, then alkyne. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. 3 പേരിൽ നമ്മൾ ഒരു സീരീസ് എഴുതി, ചെറുതാക്കി എഴുതാം. CH4, C2H6, C3H8, എക്സെട്ര. അടുത്തതിൽ C2H4, C3H6, C4H8, എക്സെട്ര. അടുത്തത് C2H2, C3H4, C4H6, എക്സെട്ര. 3 പേരിൽ നമുക്ക് ഒരു സീരീസ് ഉണ്ട്. ഞാനിത് നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതൊരു സീരീസ് ആണ്. എ സീരീസ് വിത്ത് കോമൺ ഡിഫറൻസ്. ആൽക്കേനെ നമുക്ക് എന്ത് പറയാം? എ സീരീസ് വിത്ത് കോമൺ ഡിഫറൻസ് CH2 ആൻഡ് ജനറൽ ഫോർമുല CnH2n plus 2. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ സീരീസ് വിത്ത് കോമൺ ഡിഫറൻസ് CH2 ആൻഡ് ജനറൽ ഫോർമുല CnH2n. 3 സീരീസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 സീരീസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് CH2 ആണ്. പക്ഷെ 3 ഡിഫറെന്റ് സീരീസുകളാണ് അല്ലെ? 3 ഡിഫറെന്റ് സീരീസുകളല്ലേ? ഞാൻ വേറെ സീരീസുകളുള്ള വേറെ സെറ്റ് ഓഫ് സീരീസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു. 2, 4, 6, 8, എക്സെട്ര. 1, 3, 5, 7, എക്സെട്ര. 0, 2, 0 ആണ്. 1/2, 2.5,
4.5, 5.5, etc. ഈ 3 സീരീസിന്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചു. ഫസ്റ്റിന്റെ കോമൺ ഡിഫറൻസ് പെട്ടെന്ന് പറയാം, പറഞ്ഞോ. ഫസ്റ്റ് Two. സീരീസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. സെക്കൻഡ് സീരീസിന്റെ കോമൺ ഡിഫറൻസോ? 2. 2. തേർഡ് സീരീസിന്റെ കോമൺ ഡിഫറൻസോ? 2. 2 അല്ലേ? 3 സീരീസിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണ്, പക്ഷെ 3 സീരീസും ഡിഫറെന്റ് അല്ലേ? 3 സീരീസിലുള്ള ആൾക്കാർ ഡിഫറെന്റ് അല്ലേ? ഇത് തന്നെയാണ് കേട്ടോ ഈ 3 പേര്. ഈ ആൽക്കെയിൻ ഇത് തന്നെയാണ്. 3 പേരുടെ കോമൺ ഡിഫറൻസ് സെയിം ആണ്, പക്ഷെ അതിലുള്ള ആൾക്കാരെല്ലാം ഡിഫറെന്റ് ആണ്. ഒരാൾ പോലും സെയിം ഇല്ല. ഇതിലും അതെ, നോക്കി, ഒരാൾ പോലും സെയിം ഇല്ല. ഇതിൽ 2 ഉണ്ട്. ഈ താഴെയുള്ള ഒരു സീരീസിലും ഈ 2 സീരീസിലും 2 വരുന്നില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ 3 സീരീസുകൾ, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറഞ്ഞ 3 സീരീസുകൾ, ആ 3 സീരീസുകൾ നമ്മൾ ഒറ്റ പേരെ വിളിക്കും. എന്താ പേരെന്ന് അറിയോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? എന്താണ് പറയാൻ പറ്റുമോ? പറഞ്ഞോ അയാൻ, പറഞ്ഞോ. സാർ ഹോമോലോഗസ് സീരീസ് ആണ്. ഹോമോലോഗസ് സീരീസ്. 3 സീരീസിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണ്, പക്ഷെ 3 ഡിഫറെന്റ് സീരീസുകളാണ് കേട്ടോ. ഈ 3 ഡിഫറെന്റ് സീരീസുകൾ ഹോമോലോഗസ് സീരീസ് ആണ്. ഹോമോലോഗസ് സീരീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആൽക്കീൻ, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ആൽക്കീൻ, മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ആൽക്കൈൻ. 3 ഡിഫറെന്റ് സീരീസുകളും ഹോമോലോഗസ് സീരീസ്. ഒറ്റ പേര് അവർ പറയുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഈ ഹോമോലോഗസ് സീരീസിന്റെ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? CH2. CH2. ഈ 3 സീരീസുകൾക്കും ഒരു ജനറൽ ഫോർമുല ഇല്ലേ? 3 സീരീസുകൾക്കും ഡിഫറെന്റ് ജനറൽ ഫോർമുലാസ് ഉണ്ട്. ഈ കാര്യമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 കൊടുത്തു. പേജ് നമ്പർ 99ല് രണ്ടാമത്തെ സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. ആ പേജിന്റെ ആദ്യം തന്നെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട്, 2 പോയിന്റ്സ് ഉണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ 4 പോയിന്റ്സ് കൊടുത്തേക്കുന്നുണ്ട്. കണ്ടോ? 4 പോയിന്റ്സ് കൊടുത്തേക്കുന്നുണ്ടോ? 99, പേജ് 99ല്. അതിന്റെ മുകളിൽ എഴുതിയേക്കുന്നുണ്ട് സീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തത്. അത് വായിച്ചു. 4 പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു. സിമ്പിൾ പോയിന്റ്സ് ആണ്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് ഹോമോലോഗസ് സീരീസ്. ആൽക്കീൻ 3 ഡിഫറെന്റ് സീരീസുകൾ ഹോമോലോഗസ് സീരീസുകളാണ്. പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 1 by 1. പറഞ്ഞോ ഞാൻ. സാർ ഈ ഹോമോലോഗസ് സീരീസിന് ഡെഫിനിഷൻ ഇല്ലേ? ഡെഫിനിഷൻ ഇല്ല. ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല. ഡെഫിനേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഹോമോലോഗസ് സീരീസ് ആർ സീരീസ് which have a common difference of അല്ലെങ്കിൽ their members, their successive members differ by CH2 group and series have a general formula. ഡെഫിനേഷൻ വേണമെങ്കിൽ അങ്ങനെ പറയാം, നിർബന്ധമൊന്നുമില്ല. ഡെഫിനേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ചോദിക്കുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? The members can be represented by a general formula. ഹോമോലോഗസ് സീരീസിലെ മെമ്പേഴ്സിന് ഒരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാം പറ്റൂലോ? നമ്മൾ 3 പേരിലും കണ്ടു, ആൽക്കൈലും 3 പേർക്കും ജനറൽ ഫോർമുല ഉണ്ട്. എല്ലാ മെമ്പേഴ്സിനും നമുക്ക് ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാം, എഴുതാൻ പറ്റും. Then second point, successive members differ by a CH2 group. തൊട്ടടുത്തുള്ള മെമ്പേഴ്സ്, സക്സസീവ് മെമ്പേഴ്സിന് തൊട്ടടുത്തുള്ള മെമ്പേഴ്സ് ആണ് കേട്ടോ. എഴുതി വെച്ചോ സംശയമാണെങ്കിൽ. സക്സസീവ് മെമ്പേഴ്സ്, തൊട്ടടുത്തുള്ള 2 മെമ്പേഴ്സിന്റെ ഡിഫറൻസ് CH2 ആണ്. മൂന്നാമത്തെ പോയിന്റ്, 3ഉം 4ഉം ഡിഫറെന്റ് പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, മെമ്പേഴ്സ് ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. മെമ്പേഴ്സ് ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഓർമ്മയുണ്ടോ? ഏതെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓർമ്മയുണ്ടോ? ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ. രണ്ടു പറഞ്ഞു.
highly corrosive, Manufacture of Highly corrosive. explosives. ഞാൻ ചോദിച്ചത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, യൂസസ് അല്ല. കെമിക്കൽ പ്രോപ്പർട്ടീസ്. drying Corrosive. agent, comparatively high viscosity, high viscosity, കളർലെസ്, colorless, denser than water. പഠിച്ച ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണ് 2-3 കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആൽക്കെയിൻസ് എടുക്കുക, സിംഗിൾ ബോണ്ടുള്ള ആൾക്കാർ എടുക്കുക, മനസ്സിലാക്കി ഇരുന്നാൽ കേട്ടോ. സിംഗിൾ ബോണ്ടുള്ള ആൾക്കാർ എടുക്കും, ഇവരുടെയൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആയിരിക്കും. സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ആൽക്കെയിൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ചിലപ്പോൾ വിസ്കോസിറ്റി എല്ലാവരുടെയും സെയിം ആയിരിക്കും, ഏകദേശം അടുത്തടുത്തായിരിക്കും. ചിലപ്പോൾ എല്ലാവരും ഡെൻസർ ദാൻ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റർ ദാൻ വാട്ടർ ആയിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും വേറെ എന്തെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടീസ് സിസ്റ്റം പോലെ ഉണ്ട് കേട്ടോ, എല്ലാം പഠിക്കുന്നില്ല. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവരുടെ കുറേയൊക്കെ സിമിലർ ആയിരിക്കും. ആൽക്കെയിൻസിന്റെ സിമിലർ ആയിരിക്കും, അതുപോലെ തന്നെ ആൽക്കീൻസിന്റെയും അവരുടെ മെമ്പേഴ്സ് അവരുടെ സെയിം ആയിരിക്കും. ആൽക്കൈൻസിന്റെയും അവരുടെ മെമ്പേഴ്സിലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, there is a regular gradation in their physical properties. Gradation എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയോ? Gradation ഇത് വെച്ചോട്ടെ, ചേഞ്ച്. ഇത് വെച്ചോ ചേഞ്ച്. ഗ്രഡേഷന്റെ വേറൊരു ടൈമാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. there is a regular change in their physical properties. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാവും? റെഗുലർ ചേഞ്ച് ഉണ്ടാവും. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ റെഗുലർ ആയിട്ട് ചേഞ്ച് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ബോയിലിംഗ് പോയിന്റ് പറയും. ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ പറയാൻ പറ്റും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. CH4 ശരിയാവണമെന്നില്ല, അവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം എക്സാമ്പിൾ പറഞ്ഞത് തന്നതാണ്. CH4, C2H6, C3H8, C4H10 ആൽക്കെയിൻസ് ആണ്, സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ഇപ്പൊ ഞാൻ CH4ന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തു, ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. CH4ന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തു. CH4ന്റെ ബോയിലിംഗ് പോയിന്റ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. C2H6 എടുത്തു. C2H6ന്റെ ഒരു 20 ആയിരിക്കും, ശരിയാവണമെന്നില്ല കേട്ടോ. C3H8ന്റെ ഒരു 30 ആയിരിക്കും. ഇവിടെ എന്താ നോക്കിക്കുക നിങ്ങളൊന്ന്, ഒരു റെഗുലർ ചേഞ്ച് വന്നിട്ടുണ്ട്. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ റെഗുലർ ആയിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചു തന്നതാണ്. റെഗുലർ ആയിട്ട് ചേഞ്ച് വരും, ഒന്നല്ലെങ്കിൽ കൂടി വരും, അല്ലെങ്കിൽ കുറഞ്ഞു വരും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. 4 പോയിന്റ്സ്. ഒന്ന്, അവർക്ക് ഒരു ജനറൽ ഫോമിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, സക്സസീവ് മെമ്പേഴ്സ്, തൊട്ടടുത്ത 2 മെമ്പേഴ്സിന് ഡിഫറെന്റ് CH2 ആണ്. തേർഡ് വൺ, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. ദെൻ ഫോർത്ത് വൺ, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ റെഗുലർ ചേഞ്ച് ഉണ്ടാവും. there is a regular change in their physical properties. ഓക്കെ ആണോ? 4 പോയിന്റ്സ്. 4 പോയിന്റ്സിന് പുറകെ അധികം പോകണ്ട, ജസ്റ്റ് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ക്ലിയർ അല്ലേ? സംശയം ചോദിച്ചോട്ടോ. സർ, പറഞ്ഞോ. രണ്ടാമത്തെ പോയിന്റിന്റെ അവിടെ -CH2 മൈനസ് ഗ്രൂപ്പ്. മൈനസ് അല്ല, അതെന്താണെന്ന് അറിയോ? CH2 ഈ കാർബണിന്റെ വാലൻസി 4 അല്ലേ? വാലൻസി എപ്പോഴും 4 അല്ലേ? ഇപ്പൊ എത്ര വാലൻസി ഇപ്പൊ ആയിട്ടുണ്ട് CH2ക്ക്? ഈ CH2 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. ഈ കാർബണിന് ഇപ്പൊ എത്ര വാലൻസി ആയി? സാറ്റിസ്ഫൈ ആയി? 2 വാലൻസി ആയി. എത്ര വാലൻസി കൂടി വേണം? 2 കൂടി വേണം. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ എഴുതുന്നത്. 2 വാലൻസി, മൈനസ് അല്ല കേട്ടോ, 2 വാലൻസിനെ കാണിക്കുന്നതാണ്. 2 വാലൻസിയുടെ കുറവുണ്ട്. ഓക്കെ ആണോ? അമ്ന, സർ ഗ്രഡേഷന് പകരം ചേഞ്ച് എഴുതാൻ പറ്റുമോ? ചേഞ്ചിനെ എഴുതിക്കോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നേ. ടെക്സ്റ്റ് ബുക്കില് ആദ്യം മുതൽ എടുത്തു. ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചതാണോ? ഫസ്റ്റ് പേജില് വായിച്ചില്ലല്ലേ? വായിച്ചു ഇല്ല? അപ്പൊ ഒന്ന് വായിച്ചോ, പെട്ടെന്നൊന്ന് വായിച്ചോ. ഫസ്റ്റ് പേജ് മുതൽ വായിച്ചു വന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാർക്ക് ചെയ്തു. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് അതർ എലമെന്റ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് സ്വയം ഫോം ചെയ്യും, അതർ എലമെന്റ്സ് ആയിട്ട് ഫോം ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാണാം, അത് വഴിയെ കാണാൻ പറ്റും. അതാണ് റീസൺ വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ കാർബൺ ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റീസൺ 2 റീസൺസ് ആണ് കേട്ടോ, തിരിച്ചു കളയരുത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ചാൻസ് ഉണ്ട്, സുഖമുണ്ടല്ലോ. ഇതിന്റെ താഴെ IUPAC നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. IUPACയുടെ ഫുൾ ഫോം ഞാൻ പറഞ്ഞോ മുമ്പ്? ഇല്ല. ഈ IUPAC എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ കെമിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. അതിൽ പ്യൂർ കെമിസ്ട്രീനെ കുറിച്ചും അപ്ലൈഡ് കെമിസ്ട്രീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവരാണ് അവരാണ്. ആ ഒരു ഓർഗനൈസേഷൻ ആണ്. പ്യൂർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ കാണുന്ന കെമിസ്ട്രി, റിയാക്ഷൻ ഓഫ് മെറ്റൽസ്, അങ്ങനത്തെ കുറെ ഫീൽഡ്, മാനുഫാക്ചറിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പ്യൂർ കെമിസ്ട്രിയിൽ വരും. രണ്ടാമത്തെ അപ്ലൈഡ് കെമിസ്ട്രിയിലാണ് ഈ പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രി വരുന്നത്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇവരൊരു ഓർഗനൈസേഷൻ ആണ്. കെമിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. കെമിസ്ട്രിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. കെമിസ്ട്രിയുടെ കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നവരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് എന്ന് അറിയാം ഇല്ലേ? എന്തറിയാമോ? 118 എലമെന്റ്സ്. അത്രയും എലമെന്റ്സ് ഓൾറെഡി ഇപ്പോൾ ഡിസ്കവർ ചെയ്തിട്ട് അവരുടെ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സപ്പോസ് കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, 119 എലമെന്റ് കണ്ടുപിടിച്ചു. 119 അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് ഡിസ്കവർ ചെയ്തു. ഈ എലമെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവരാണ് ഈ ഓർഗനൈസേഷൻ. ഈ എലമെന്റിന് നിങ്ങൾ ഈ കണ്ട ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന പേരൊക്കെ ആൾക്കാർ ഇട്ടതാണ്. പൊട്ടിമൊളിച്ച് ഇങ്ങനെ ആ പേരോടുകൂടി വന്നതല്ല. ഓക്സിജൻ ഡിസ്കവർ ചെയ്തപ്പോൾ ഓക്സിജന് പേരിട്ടു. നിങ്ങൾ കുറെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പല പല പേരുകൾ കാണും. നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, ദെൻ അങ്ങനെ കുറെ റുദർഫോർഡിയം, മെന്റലീവിയം. ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി, പീരിയോഡിക് ടേബിൾ ഇല്ല ബാക്കില്. അങ്ങനെ കുറെ പേരുകളുണ്ട്, നമുക്ക് പരിചയമുള്ള കുറെ പേരുകളുണ്ട്. മെന്റലീവിയം, ദെൻ അമേരിക്കാനിയം, അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട് നോക്കി. റുദർഫോർഡിയം ഉണ്ട്. ഈ പേരുകളൊക്കെ വന്നത് ഓരോ സയന്റിസ്റ്റുകളുടെ പേരിട്ടുന്നതാണ്. ഈ ഹൈഡ്രജൻ ചിലപ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ പേരായി, എനിക്കറിയില്ല കേട്ടോ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല. എന്തെങ്കിലും സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ പേരായിരിക്കട്ടെ. സപ്പോസ് 119 എലമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഡിസ്കവേർഡ് ആണ്. ആ ഒരു എലമെന്റ് കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. ആ വേണമെങ്കിൽ ആ എലമെന്റിന്റെ പേര് ഇന്ത്യ എന്ന് ഇടാം, ഇന്ത്യക്കാനിയം അങ്ങനെ വല്ലതും ഇടാം, അല്ലെങ്കിൽ ഭാരതീയം അങ്ങനെ വേണമെങ്കിൽ പേരിടാം. പക്ഷെ ആ പേരിടണമെന്ന് സാങ്ഷൻ വെക്കുന്നത് ഇവരാണ്, IUPAC. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. കുറെ കാര്യങ്ങൾ, ഒരു കോമ്പൗണ്ടിന്റെ പേരിടുന്ന കാര്യങ്ങളെല്ലാം ഇവരെ തീരുമാനിക്കും. ഇനി നിങ്ങൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിനും ഒരേ പേരുകളുണ്ട്. ആ പേരിടുന്നത് എങ്ങനെയാണെന്ന് ഇവർ പറയും. ഒരു സെറ്റ് ഓഫ് റൂൾസ് വന്നിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് എല്ലാ കോമ്പൗണ്ട്സിന്റെ പേരിടുന്നത്. ചുമ്മാ നമുക്ക് തോന്നിയ പോലെ പേര് വിളിക്കാൻ പറ്റില്ല. CH4 നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ പറ്റില്ല. C4H10 ഇഷ്ടമുള്ള പേര് വിളിക്കാൻ പറ്റില്ല. കൃത്യം സ്റ്റെപ്പുകളുണ്ട്, റൂൾസ്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് അതിനെ നെയിം ചെയ്യുന്നത്.
പഠിക്കൂട്ടെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കൂട്ടെ. ഓക്കെ, വായിച്ചോ. കാർബണിന്റെ ബാലൻസ് 4 ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിന്റെ ഒരു റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റംസ് ആർ ആഡഡ് ടു ദീസ് സ്ട്രക്ചേഴ്സ്. ഇത് ഫില്ല് ചെയ്തോ. ബോണ്ടിന്റെ അതർ എൻഡിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്തോ. ഫസ്റ്റ് സിംഗിൾ ബോണ്ട് ആണ്, സി 4 ഹൈഡ്രജൻ, 2 കാർബൺ, ഡബിൾ ബോണ്ട്, അതിൽ 4 ഓപ്പണിംഗ് ഉണ്ട്, 4 ഓപ്പണിംഗിലും ഹൈഡ്രജൻ വരും. ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൽ 2 ഓപ്പണിംഗ് ഉണ്ട്, 2 ഓപ്പണിംഗിൽ ഹൈഡ്രജൻ വരും. തൊട്ട് താഴെയുള്ള ടേബിളിൽ ആ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഫസ്റ്റ് കോമ്പൗണ്ട് വേറെയാണ് കേട്ടോ, C2H6 വേറെയാണ്. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈനെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ഇൻ മോളിക്കുലർ ഫോർമുല. ആ രണ്ടാമത്തെ കോമ്പൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണത്. ഈ കോമ്പൗണ്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് C ഡബിൾ ബോണ്ട് CH. ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് അല്ല കേട്ടോ, അതിന്റെ ഷേപ്പ് അല്ല ഇത്. ആ ടെക്സ്റ്റ് ബുക്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെരിച്ച് എഴുതിയേക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സ്ഥലം ഉള്ളൂല്ലോ, അതുകൊണ്ട് ചെരിച്ച് എഴുതിയേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വലുതാക്കി എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഭംഗിയായിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ ചെരിവ് വന്നത് ആ കോമ്പൗണ്ടിന്റെ ചെരിവല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറുതാക്കി എഴുതിയാണ്. ഞാൻ ബോണ്ട് ലൈൻ ഫോർമുല ഒക്കെ പറഞ്ഞായിരുന്നോ? ബോണ്ട് ലൈൻ ഫോർമുല ഇല്ലേ? ഇതൊക്കെ ആരോടെ പറഞ്ഞത്? താഴത്തോട്ട് വരാം, ഞാൻ താഴത്തോട്ട് വന്നേ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, താഴത്തോട്ട് വന്നു, വായിച്ചോ. What are the characteristics of the compounds given in the table? They are hydrocarbons. ഒരു ഹൈഡ്രോകാർബൺസ് ആണ്. അതിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹൈഡ്രജനും കാർബണും ഉണ്ട്, അതുകൊണ്ട് ഹൈഡ്രോകാർബൺസ്. There are compounds having single bond, double bond, triple bond between carbon atoms. താഴെ കൊടുത്തിട്ടുണ്ട്. The structure of these compounds can be written in condensed way. ഞാൻ 3 ഡിഫറെന്റ് വേസ് പറഞ്ഞു. ഒരു കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ള 3 ഡിഫറെന്റ് വേസ് പറഞ്ഞു. ഓർക്കില്ലേ? അതൊക്കെ പറഞ്ഞായിരുന്നോ? ഉണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടില്ല. എന്നാ പറയാം. ഇല്ലെങ്കിൽ ഇല്ല, പറഞ്ഞോട്ടെ. ഞാനത് ചിലപ്പോ മറ്റേ ക്ലാസ്സിനായിരിക്കും എടുത്തത്. കാണിച്ചു തരാം. സി ഈ ഒരു കോമ്പൗണ്ട്, ഇതൊരു ആൽക്കൈൻ ആണ്, സിംഗിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കൈൻ ആണ്. ഒരു സംശയമൊന്നുമില്ലല്ലോ, ആൽക്കൈൻ ആണ്. 2 കാർബൺ ഉണ്ട്, മൊത്തം 6 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഞാൻ ഈ എഴുതിയേക്കുന്നത്, ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ആണ്. സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട്, കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ആണ് ഞാനിപ്പോ വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാം. 2 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഇത് മോളിക്കുലർ ഫോർമുലയാണ്. മോളിക്കുലർ ഫോർമുലയാണ്. ഇനി ഒരു ഫോർമുലയും കൂടി ഉണ്ട്. നമുക്ക് ഈ കോമ്പൗണ്ടിന് തന്നെ വേറൊരു ടൈപ്പിൽ റെപ്രസെന്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 2 കാർബൺ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ഒരു കാർബൺ എഴുതി, ഈ ഒരു കാർബൺ എഴുതി. ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ബോക്സ് വരച്ചേണ്ട കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നത്? CH3 എന്ന് എഴുതി. ഇനി ഇവിടെ ഏത് ബോണ്ട് വന്നേക്കുന്നത്? സിംഗിൾ ബോണ്ടല്ലോ വന്നേക്കുന്നത്. ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടല്ലോ വന്നേക്കുന്നത്. സിംഗിൾ ബോണ്ട് വന്നു, ഞാൻ സിംഗിൾ ബോണ്ട് ഇവിടെ ഇട്ടു. പിന്നെ രണ്ടാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. ഇത് വേറൊരു ടൈപ്പാണ്. ഈ കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു ടൈപ്പാണ്. ഈ ടൈപ്പിന്റെ പേര് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല 3 വേസിൽ റെപ്രസെന്റ് ചെയ്യാം നമുക്ക്. ഈ 10th പഠിക്കുന്നത് 3 വേസിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് സ്ട്രക്ചർ, പിന്നെ വേണമെങ്കിൽ ഇതിനെയും സ്ട്രക്ചറൽ ഫോർമുല എന്നാക്കിക്കോ എളുപ്പത്തിന്. വേണമെങ്കിൽ എല്ലാം ഇപ്പൊ ഫോർമുല ആവുമല്ലോ. സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല.
ഏറ്റവും എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോം സ്ട്രക്ചറൽ ഫോമിലാണ്. എക്സ്പാൻഡഡ് ആയിട്ടുള്ളത് എല്ലാവരുടെയും കാണാൻ പറ്റും. കുറച്ചുകൂടി ചെറിയ ഫോമാണ് കണ്ടൻസ്ഡ് ഫോമിൽ. ഈ കണ്ടൻസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? കണ്ടൻസ് വാട്ടർ കണ്ടൻസസ് ബാക്ക് ഇൻ ടു പേപ്പർ, കണ്ടൻസസ് ബാക്ക് ഇൻ ടു ലിക്വിഡ്. കേട്ടിട്ടുണ്ടോ? വാട്ടർ വേപ്പർ കണ്ടൻസസ് ബാക്ക് ഇൻ ടു ലിക്വിഡ്. കേട്ടിട്ടുണ്ടോ? വാട്ടർ സൈക്കിളൊക്കെ പഠിച്ചല്ലേ സോഷ്യലില്? വാട്ടർ വേപ്പറൈസ് ചെയ്ത് മുകളിൽ പോയിട്ട് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്യാസ് മാറി ലിക്വിഡ് ആകും, ചെറുതാവുകയാണ്. കണ്ടൻസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ചെറുതാവുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇത് വെച്ചു ചെറുതാക്കുക എന്നുള്ള മീനിങ് ആണ് കണ്ടൻസ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ ഫോമിലാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോമിലാണ്. ദെൻ അത് കഴിഞ്ഞാൽ മോളിക്കുലർ ഫോമിലാണ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് വേറൊരു ഫോർമുലയുണ്ട്, ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല ഈ കോമ്പൗണ്ടിന് അവിടെ എങ്ങനെ എഴുതണമെന്ന് അറിയാം? ഈ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ എഴുതണം. എല്ലാം പിടികിട്ടിയോ? കോമ്പൗണ്ട് ആണ് കേട്ടോ അത്. ഇതൊരു കോമ്പൗണ്ട് ആണത്, ബോക്സ് അല്ല. ബോക്സിന്റെ അകത്തുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ബോണ്ട് ലൈൻ ഫോർമുലയാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല. സിമ്പിൾ ആണ് ഫോർമുല. ഇനി ഞാൻ വേറൊരു കോമ്പൗണ്ട് കാണിച്ചു തരാം. സി 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 4 കാർബൺ ഉണ്ട്. 4 കാർബണുള്ള കോമ്പൗണ്ട്, ഹൈഡ്രജൻ ഇട്ടുള്ള കേട്ടോ. ഈ കോമ്പൗണ്ടിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾ പഠിക്കാനില്ല കേട്ടോ, ഇപ്പൊ പഠിക്കാനില്ല, +1 പഠിക്കാനുള്ളൂ. ഈ കോമ്പൗണ്ട് ഇങ്ങനെ എഴുതാം. ചുമ്മാ കുത്തി വരച്ചാന്ന് വിചാരിക്കുന്നത് കോമ്പൗണ്ട് ആണെന്ന്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ പിന്നെ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ പല രീതികളും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഒരു കോമ്പൗണ്ടിന്. നമുക്ക് പഠിക്കാനുള്ളത് 3 വേസ് ആണ്. ഒന്ന് സ്ട്രക്ചർ, ദെൻ മോളിക്കുലർ ഫോർമുല, ദെൻ കണ്ടൻസ് ഫോർമുല. അബിൻ പറഞ്ഞോ. അബിനെ അറിയാണോ? English. സോ 3 വേസിൽ റെപ്രസെന്റ് ചെയ്യാം: സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, കണ്ടൻസ് ഫോർമുല. ഒന്ന് എഴുതി വെച്ചോ. ഇല്ല അവൻ കേൾക്കാൻ പറ്റണില്ല, കേൾക്കണില്ല കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ. ഈ എക്സാമ്പിൾ വെച്ച് എഴുതി വെച്ചു. സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയല്ല കേട്ടോ, സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ എളുപ്പത്തിൽ വേണമെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. റീജോയിൻ ചെയ്തോ. സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ് ഫോർമുല, ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നോ. ഹലോ സാർ, കേൾക്കാമോ? അബിൻ പറഞ്ഞോ. അബിൻ സാർ, ഒരു സീരീസിൽ ഇപ്പോ 3 4 കാർബൺ ഉണ്ടെങ്കിൽ കണ്ടൻസ് ഫോർമുല അതനുസരിച്ച് കൂടും. കൂടും, നമുക്ക് കാണാട്ടോ. ഇനി ചെയ്യാൻ പോണ വർക്ക് അതാണ്, അപ്പൊ കാണാം. അപ്പൊ ലാസ്റ്റ് ഇന്നലത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ഒന്ന് ഡൗട്ട് ചോദിച്ചു വന്നായിരുന്നല്ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡൗട്ട്? സാർ അത് മറന്നുപോയിരുന്നു. ഓർത്തെടുക്കാം, അത് ലാസ്റ്റ് ചോദിക്കട്ടോ. എന്നിട്ട് സാർ ചോദിക്കും. വായിച്ചോ. The structure of this compound can also be written in condensed way as CH3 single bond CH3. ആ മുകളിൽ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. മുകളിലുള്ള ഫസ്റ്റ് കോമ്പൗണ്ട് എഴുതിയിരിക്കുന്നതാണ് CH3 സിംഗിൾ ബോണ്ട് CH3. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. അതിനെങ്ങനെ എഴുതിയിരിക്കുന്നത്? CH ഡബിൾ ബോണ്ട് എഴുതിയിരിക്കണം കേട്ടോ. ഡബിൾ ബോണ്ട്
CH ഡബിൾ ബോണ്ട് CH2 സോറി CH2 ഡബിൾ ബോണ്ട് CH2. ടെക്സ്റ്റ് ബുക്ക് നോക്കാനുണ്ട് പറഞ്ഞത്, സ്ക്രീനിലല്ല, ടെക്സ്റ്റ് ബുക്കിൽ. മൂന്നാമത്തത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് CH. ആ പറഞ്ഞോ. CH3 അല്ല C3H8 കണ്ടൻസ് ഫോർമുല ഒന്ന് എഴുതി കാണിക്കോ? C3H8 അത് ഞാൻ കാണിക്കുന്നില്ല, എന്റെ ടെക്സ്റ്റ് ബുക്കിലാണ്, നമുക്ക് അത് അവിടെ ചെക്ക് ചെയ്യാം, എടുത്തു വരുമ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH. കണ്ടൻസ് ഫോർമുല എന്ന് എഴുതിയിട്ടുണ്ട്. സച്ച് റെപ്രസെന്റേഷൻ ഈസ് നോൺ ആസ് കണ്ടൻസ് ഫോർമുല. അടുത്തത് the open chain, the open chain hydrocarbons having only single bond between carbon atoms are included in alkane. അപ്പൊ ആൽക്കേന്റെ ഡെഫിനിഷൻ ആണത്, മാർക്ക് ചെയ്ത് വെച്ചു. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കെയിൻ. ഈ ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ, ഇതൊരു ഓപ്പൺ ചെയിൻ ആണ്. ഈ ഒരു കോമ്പൗണ്ട് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. ഇനി ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് ഉണ്ട്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് ഇതാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, എന്താണ് ഓപ്പൺ ചെയിൻ, എന്താണ് ക്ലോസ്ഡ് ചെയിൻ? ആര് പറയും? ആർക്ക് പറയാൻ പറ്റും? ഹാൻഡ് റൈസ് ചെയ്യൂ. ഐഷ. ക്ലോസ്ഡ് കാർബൺസ് ആഡ് ആക്കാൻ പറ്റൂല, മറ്റേതില് കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണല്ലോ. കേക്കല്ലേ? ആ ഇപ്പൊ കേൾക്കണ്ടേ. ക്ലോസ്ഡ് മറ്റേ അതിനകത്ത് ഇനി കാർബൺസിന് ആഡ് ആക്കാൻ പറ്റില്ല, മറ്റേ ഇനി കാർബൺസിന് ആഡ് ആക്കാൻ പറ്റും. അതൊരു ടൈപ്പ് ഓഫ് ഡെഫിനേഷൻ ആണ്, നമുക്ക് അങ്ങനെ പറയാം. സിമ്പിൾ ആയിട്ടല്ല ഇപ്പൊ ഐഷ പറഞ്ഞു ഇതാണ് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടില് ഇനി ഒരു കാർബൺ ആറ്റത്തിന് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ ചെയിനിൽ കാർബൺ ആറ്റത്തിന് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പോയിന്റ് ആണ്, ഒരു ഫാക്ട് ആണ്. പക്ഷെ ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളി നിങ്ങൾക്ക് എന്ത് പറയാന്ന് അറിയോ? ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ. ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ ഇതിനെ ചെയിൻ എന്നാ പറയുന്നത് കേട്ടോ. ഞാനിപ്പോ എഴുതിയേക്കണ കാർബൺ ആറ്റത്തിന് ചെയിൻ എന്നാ പറയുന്നത്. കെമിസ്ട്രിയിലെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ചെയിൻ എന്ന് അതിനെ പറയുന്നത്. സ്ട്രേറ്റ് ചെയിൻ അങ്ങനെ പറയാറുണ്ട്. സ്ട്രേറ്റ് ചെയിൻ എന്ന് പറയാറുണ്ട്, ചുമ്മാ ചെയിൻ എന്ന് പറയാറുണ്ട്, ലോങ് ചെയിൻ എന്ന് പറയാറുണ്ട്, മെയിൻ ചെയിൻ എന്ന് പറയാറുണ്ട്. ചെയിൻ എന്നാ പറയുന്നത്. നമുക്ക് വഴി നോക്കാം. ഇത് രണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ട്. പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ +1 +2 ആയിട്ട് പഠിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത് 10th. സൈക്ലിക് കോമ്പൗണ്ട്സ് പഠിക്കും. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്, ചെറുതായിട്ട് വന്നുള്ളൂ. അബിൻ ക്ലോസ്ഡ് ചെയിൻ ഒന്നുകൂടെ പറയാമോ? എന്റെ കട്ടായി പോയിരുന്നു. ക്ലോസ്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർന്നിട്ടില്ല, നോക്കിക്കോ. ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടിരിക്കും. രണ്ട് എൻഡിലുള്ള കാർബൺ ആറ്റംസ് ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ, നീളത്തിലുള്ള ചെയിൻ, അതാണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ. ഇനി ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, ക്ലോസ്ഡ് സർക്കിൾ ആയിരിക്കും. ഈ ക്ലോസ്ഡ് ചെയിൻ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ക്ലോസ്ഡ് ചെയിൻ ആണ്. ഇനി 5 കാർബൺ ആറ്റം വരും, 6 കാർബൺ ആറ്റം വരും, 7 വരും, 8 വരും, 9 വരും. അത് ക്ലോസ്ഡ് ആയിരിക്കും. മനസ്സിലാവേണ്ട പറയുന്നത്? അതിന് ഓപ്പൺ എൻഡ് ഉണ്ടാവില്ല, ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺ. ഇതാണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ. അപ്പൊ ഡെഫിനിഷനിലോട്ട് വന്ന് ഒന്നുമില്ലാട്ടോ, സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് സിംഗിൾ ബോണ്ട്. അപ്പൊ ഓപ്പൺ ചെയിൻ്റെ അവിടെ നിങ്ങൾ എഴുതി വെച്ചോ എന്താണെന്ന്. ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ. സംശയം വരരുത് ഇനി. ഓപ്പൺ ആണ്, രണ്ട് എൻഡിലുള്ള കാർബൺ ആറ്റംസ് ഫ്രീ ആണ്. ആൽക്കീൻസിന്റെ ഡെഫിനേഷൻ പറയാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് സെയിം ഡെഫിനേഷനിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. റബീസ് പറഞ്ഞു. റബീസ്
ഓപ്പൺ ചെയ്യേണ്ട ഹൈഡ്രോ കാർബൺ വിത്ത് ഡബിൾ ബോണ്ട് ഹാവിംഗ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ഇൻ കാർബൺ ആറ്റം. കാർബൺ ആറ്റംസ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ അത് പറയൂ. അമ്ന പറഞ്ഞോ. having triple bond in carbon atom. Open chain hydrocarbons having triple bond between carbon atoms. Alkynes. Definition വരുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് വായിച്ചേ. ഇൻ ആൽക്കെയിൻസ് പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. മാഹിൻസ് ഡൗട്ട് ആണോ? അല്ല. In alkanes, as all the 4 valencies of each carbon atoms are satisfied by single bond. ആൽക്കെയിൻസിൽ 4 വാലൻസി സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 4 വാലൻസി കാർബണിന്റെ 4 വാലൻസി സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അല്ലെ? സിംഗിൾ ബോണ്ട് അല്ലേ ആൽക്കെയിൻസിൽ? അല്ലെ? നമ്മൾ കുറെ എക്സാമ്പിൾ കണ്ടതാണ്. നോക്കി, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, എഴുതിയിരിക്കുന്നത് എക്സാമ്പിൾ ആണ്. എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കുന്നത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഡെഫിനേഷൻ ഒന്നും വരില്ല കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒന്നും നിങ്ങൾ വായിച്ചിരുന്നോ? ഇത്ര സിംപിൾ ഡെഫിനേഷൻ ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് പറയുന്നത് പ്രതീക്ഷിക്കും. ഡെഫിനേഷൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ സിംഗിൾ ബോണ്ട്, എല്ലാ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വിളിക്കും. ഇനി അടുത്ത ടേബിൾ നോക്കി, അച്യുത് വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരാം. ഒരു കാർബൺ ആറ്റം ആകുമ്പോൾ അതിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കണ്ടൻസ് ഫോമിൽ കൊടുത്തിട്ടുണ്ട്, മോളിക്കുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. 2 കാർബൺ ആറ്റം ചെക്ക് ചെയ്ത് പോട്ടോ. 2 കാർബൺ ആറ്റം, അതിന്റെ കണ്ടൻസ് ഫോമുല CH3 സിംഗിൾ ബോണ്ട് CH3, മോളിക്കുലർ ഫോമുല C2H6. 3 കാർബൺ ആറ്റം ആണെങ്കിൽ 3 കാർബൺ ആറ്റം സ്ട്രേറ്റ് വരും, ബാക്കി എല്ലാം ഹൈഡ്രജൻ വരും. അതിന്റെ കണ്ടൻസർ ഫോമുല നോക്കി അച്യുതേ കിട്ടിയോ? പോസിബിൾ അല്ലേ? ഓരോരോ കാർബൺ ചെയ്യാൻ നമുക്ക് പ്രോബ്ലംസ് ഇനിയുണ്ട്, ജസ്റ്റ് കാണിച്ചു തരുന്നു. അബിൻ സാർ, ഒരു കാർബൺ ആറ്റം എന്ന കേസിലല്ലേ ഹൈഡ്രജൻ 4 വരുള്ളൂ? അതെ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുള്ളതുണ്ട്, ഫിൽ ചെയ്തു. 4 കാർബൺ ആറ്റുള്ള കേസ്, 4 കാർബൺ ആറ്റുള്ള കേസിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ചോ, സ്ട്രക്ചർ വരച്ചു. 4 കാർബൺ ആറ്റുള്ളതില്ല. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഒരു സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങളൊന്ന് എഴുതി വെച്ച നോട്ട്ബുക്ക് എടുത്ത് നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തേ, how to write structure of a compound. How to write structure of a compound. How to write structure of a compound. Simple ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് നമ്പർ കൊടുക്കുക 1. 2 സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് നമ്പർ. Write all the carbon atoms. Write all the carbon atoms. Write all the carbon atoms. കാർബൺ ആറ്റം എല്ലാം എഴുതണം. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് കാർബൺ ആറ്റം ഒന്ന് എഴുതിക്കാതെ. എത്ര കാർബൺ ഉണ്ട് ആ കോമ്പൗണ്ടില്? 4 കാർബൺ ഉണ്ട്. അപ്പൊ 4 കാർബൺ മാത്രം എഴുതിക്കുക. 4 കാർബൺ മാത്രം എഴുതുക. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നിങ്ങൾ ചെയ്ത് നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഹൈഡ്രോജൻ ആറ്റം ഫുൾ ഹൈഡ്രോജൻ ആറ്റം കൊടുക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണ്ടല്ലോ, നമ്മള് എല്ലാത്തിലും എന്ത് ചെയ്യും? ബോണ്ട് ഇട്ട് കൊടുക്കും. അപ്പൊ എഴുതിക്കോ രണ്ടാമത്തെ സ്റ്റേജ് പറയാം.
balance the carbon atom with the appropriate bonds. Balance the carbon atom with the appropriate bond എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ് സിംഗിൾ ബോണ്ട് ഇടണം, ഡബിൾ ബോണ്ട് ആണ് ഡബിൾ ബോണ്ട് ഇടണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഇടണം. അതിന്റെ ഉദ്ദേശം അതാണ് കേട്ടോ. ആദ്യം കാർബൺ എഴുതണം, ദെൻ ബോണ്ട്സ് ഇട്ട് ബാലൻസ് ചെയ്യണം കാർബൺ ആറ്റം. സാർ പറഞ്ഞോ. സാർ ഇപ്പൊ എന്താ പറയണേ? ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയി പോയാറും. ഞാൻ പറയുന്നത് ഹൗ ടു റൈറ്റ് സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട്. രണ്ട് പോയിന്റ്സ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പോയിന്റ് റൈറ്റ് ദി കാർബൺ ആറ്റം, റൈറ്റ് ഓൾ ദി കാർബൺ ആറ്റംസ്. And second point, balance the carbon atoms with the appropriate bond. ഇത്രേ ഉള്ളൂ. ബാലൻസിംഗിൽ ഹൈഡ്രജൻ ഒക്കെ വരും കേട്ടോ. ബാലൻസിംഗിൽ ഹൈഡ്രജൻ ഒക്കെ കിട്ടും. ഇനി കംപ്ലീറ്റ് ചെയ്ത് 4 കാർബൺ ആയിട്ടുള്ള കേസ് എക്സൂബില് ആദ്യം 4 കാർബൺ ബോൺസ് ഇടണം. പറഞ്ഞോ. സാർ നമുക്ക് ഈ കാർബണിന്റെ എണ്ണം മാത്രം തരുവാണെങ്കിൽ നമുക്ക് ആ മോളിക്കുലർ ഫോർമുല എഴുതാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ റൂള് ഇവിടെ എല്ലാ ആവശ്യം വന്നത് നെയിം ചെയ്തിട്ട് കടന്നു കഴിയുമ്പോഴാണ്. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നതൊക്കെ നമുക്ക് കാണാം. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, വരികയും ചെയ്യില്ല. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കണ്ടൻസ്ഡ് ഫോർമുല സ്ട്രക്ചറൽ ഫോർമുല സിമ്പിൾ ഒന്നും പ്രതീക്ഷിക്കുന്ന. അപ്പൊ 4 കാർബൺ ആറ്റത്തിൽ ബോണ്ട് എല്ലാം ഇട്ട് കൊടുക്കണം. ഓപ്പൺ ആയിട്ടുള്ള ബോണ്ടിലെല്ലാം ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിന് തന്നെ നോക്കി എഴുതാം. ഇപ്പൊ എക്സാമ്പിൾ തന്നേക്കണം നോക്കിക്കോട്ടോ. CH3 CH2 CH2 CH3. ആദ്യം 4 കാർബൺ ആറ്റം ഞാൻ എല്ലാത്തിലും സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി ഫസ്റ്റ് കാർബൺ ആറ്റം എടുത്ത് നോക്കി. അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 3 ബോണ്ട് ഉണ്ടാവും. 3 ബോണ്ട് വരച്ചു. അതിൽ 3ലും ഹൈഡ്രജൻ ഇട്ടു. രണ്ടാമത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 ബോണ്ട് ആയിരിക്കും. ഇതിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അടുത്തതിൽ ലാസ്റ്റ് കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 3 ബോണ്ട്. സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി സിമിലർലി അടുത്ത നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സോറി, അതിന്റെ മോളിക്കുലർ ഫോർമുല കൂടെ ഉണ്ട് കേട്ടോ. അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ത് വരും? C4H10. 5 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് വരച്ച്. 5 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് വരച്ച്. പ്രൈം ബാദുഷ വരയ്ക്കുക. ആകെ കുറച്ച് പേരെ ക്ലാസ്സിൽ ഇരിക്കുന്നുള്ളൂ. ഇതിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, അറിയാം. എന്നാലും 1 മണിക്കൂറിലേ ഉള്ളൂ. നാളെ ക്ലാസ്സിന്റെ ടൈം ഒരു 4:45 ആക്കിയാലോ? പോസിബിൾ ആണോ? 4:45 to 6 നാളെ മാത്രം. രാവിലെ അല്ല കേട്ടോ, ഈവനിങ് 4:45 to 6. 4:45 മുതൽ 6 മണി വരെ. ഓക്കെ സാർ. ദുബായ് ടൈം ഓക്കെ അല്ലേ? 3:15 to 4:30. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അഞ്ച് കാർബൺ ആറ്റം ഞാൻ വരച്ച് കാണിക്കണോ? സിമ്പിൾ അല്ലേ അത്? 5 കാർബൺ ആറ്റം ആദ്യം എഴുതണം. എല്ലാത്തിലും സിംഗിൾ ബോണ്ട് ഇടണം. അതിന്റെ കണ്ടൻസ് ഫോർമുല കൊണ്ട് എഴുതണം കേട്ടോ. കണ്ടൻസ് ഫോർമുല ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. ആര് പറയും? ഷഹാൻ പറഞ്ഞോ. CH3 CH2 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 CH3 സ്പീഡിൽ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയൂ കേട്ടോ. CH3 CH2 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 CH3.
CH3, CH2, 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 CH3. 5 കാർബൺ, ബാക്കി എല്ലാം ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും. ഇനി വേറൊരു ടൈപ്പ് കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നേക്കാം. തൽക്കാലം നിങ്ങൾ അതൊന്നും ഇപ്പൊ ഫോളോ ചെയ്യണ്ട കേട്ടോ. എനിക്ക് ഈ കോമ്പൗണ്ടിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പിടികിട്ടിയോ? മനസ്സിലായോ? നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ വലിയ വലിയ കോമ്പൗണ്ട്സിൽ എങ്ങനെ എഴുതുന്നത് നീ +1 അപ്പൊ പഠിക്കും. തൽക്കാലം പഠിക്കണ്ട, മനസ്സിലിരുന്നോട്ടെ. +1 പഠിക്കുമ്പോ ഇവിടെ പഠിച്ചെന്ന് ഒരു ഓർമ്മ കിട്ടും. ഒന്നുമില്ല. ഓക്കെ, ഈ 3 കോമ്പൗണ്ട്സും സെയിം ആണ്, CH2 ആണ്. അതുകൊണ്ട് ഞാൻ ഒരു CH2 എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റിൽ 3 ടൈംസ് പറഞ്ഞോ. സാറ് CH3 ത്രൈസ് എന്നാണ് വായിക്കുന്നത്. അതെ കേട്ടോ, CH2 ത്രൈസ്, CH3, CH2 ത്രൈസ്, CH3 നിങ്ങൾ എഴുതണ്ട കേട്ടോ, പറഞ്ഞുള്ളൂ അത്. സാർ CH4 എഴുതാൻ പറ്റുമോ? CH4 പറ്റില്ല കേട്ടോ. CH4 ഒറ്റയ്ക്ക് ഒരു മാത്രമേ പറ്റുള്ളൂ. അല്ല, CH2, CH2, CH4, CH2. ഇവിടെ CH4 എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചാൽ? ആ സാർ നടുക്ക്. ഇല്ല, പറ്റൂല. CH4 വരണമെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കി. 4 ഹൈഡ്രജൻ വരണം. 4 ഹൈഡ്രജൻ വന്നാലേ CH4 ആകുള്ളൂ. ഇതിൽ കാർബൺ ഇടാൻ പിന്നെ സ്ഥലമില്ല, കാർബൺ ഇടാൻ സ്ഥലമില്ല. അവിടെ നിന്ന് തന്നെ CH4 അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ്. വേറെ എവിടെയും CH4 വരില്ല. ടെക്സ്റ്റ് ബുക്കിൽ താഴെ IUPAC കൊടുത്തിട്ടുണ്ട്, വായിക്കണം എന്നൊന്നുമില്ല. ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് ആപ്ലിക് കെമിസ്ട്രി. ചെറിയ ക്വിസസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് ക്വിസസ്, സയന്റിഫിക് ക്വിസസിൽ, സയൻസ് ക്വിസിലൊക്കെ വരാറുണ്ട്. അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കിയിരുന്ന നല്ലതായിരിക്കും കേട്ടോ. അതിന്റെ ഫൗണ്ടഡ് ടൈമൊക്കെ ഡേറ്റ് ഒക്കെ ഓർത്തിട്ട് കഴിഞ്ഞാൽ 1990 അവിടെ പറഞ്ഞിട്ടുണ്ട്. IUPAC takes the lead role in naming of elements and compounds, standardization of atomic weights, physical constants, recognizing new terms in chemistry. ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രിയിലെ മെയിൻ ആയിട്ടുള്ള ആളുകൾ, കെമിസ്ട്രിയിലെ മെയിൻ ഓർഗനൈസേഷൻ ആണ് IUPAC. മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കും. നെയിമിങ്, പുതിയ കോമ്പൗണ്ട്സിന്റെ പേരിടല്, എലമെന്റ്സിന്റെ പേരിടല്, സ്റ്റാൻഡേർഡൈസേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഈ ബാക്കി താഴത്തോട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ. സ്പീഡിലൊന്ന് വായിച്ചു നോക്കി, എടുത്തില്ലാന്ന് കുറ്റം വേണ്ട. ബാദുഷാ, CH3 എവിടെ എഴുതാൻ പറ്റുമോ? CH3 അല്ല, രണ്ടറ്റത്താണ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ CH3 എൻഡിലേ വരുള്ളൂ, CH3 മിഡിലിൽ വരില്ല. ലോജിക്കലായിട്ട് ചിന്തിക്കാൻ ആലോചിക്കും. CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് CH3. ഒരു കാർബൺ, 3 ഹൈഡ്രജൻ. ഇതിൽ ഒരു ബോണ്ട് ഇടാൻ പറ്റുള്ളൂ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ വരും, ഇവിടെ കാർബൺ വന്നു കഴിഞ്ഞാൽ ഇതൊരു എൻഡായിട്ട്, ഇതൊരു എൻഡാണ്. അപ്പൊ 2 എൻഡിലാണ് CH3 വരുള്ളൂ. മിഡിലൊക്കെ ആണെങ്കിൽ CH2, CH, C ഒക്കെ വരും മിഡിലിൽ. നമുക്ക് വഴിയെ കാണും കേട്ടോ, അത് കുറെ കോമ്പൗണ്ട്സ് കാണും, ഉറപ്പാണ്, വഴിയെ കാണും. ഇർഫാനെ, സാർ ഇങ്ങനെയാണോ H3 ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ എളുപ്പത്തിന് എഴുതിയേക്കുന്നതാണ്. ഈ ഹൈഡ്രജനൊക്കെ ഇങ്ങനെ ഈ ഷേപ്പിൽ ഇട്ടത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇടാം ഹൈഡ്രജൻ, നോ പ്രോബ്ലം. ഇങ്ങനെ ഹൈഡ്രജൻ ഇടാം. പൊസിഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, അടുപ്പിച്ചിടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട്സിനൊക്കെ ആംഗിൾസ് ഉണ്ട്. നമ്മൾ ആ ഡീറ്റെയിലായിട്ടൊക്കെ +1 പറഞ്ഞത്. ഈ ആംഗിൾ ഉണ്ട്, ഈ 2 ഹൈഡ്രജൻ തമ്മിൽ ഇത്ര ആംഗിൾ നിങ്ങൾ പഠിക്കുക. ഒക്കെയാണ് +1 എന്ന് പറഞ്ഞാൽ അത്രയും
ഡെപ്തിൽ നമ്മൾ പോകും കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ സർഫസിന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഡെപ്തിലോട്ട് പോകണ +1 +2. ഈ ആംഗിൾ ഇത്ര ആംഗിൾ ആണത്. ഓരോരോ കോമ്പൗണ്ട്സിന് പല പല ആംഗിൾ ആണ്. NH3യുടെ ഷേപ്പ് നിങ്ങൾ NH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. NH3യുടെ ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പ് വരാനുള്ള റീസൺ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് +1 കെമിസ്ട്രിയിൽ. ഇത്ര ആംഗിളിലാണ് ഈ ഷേപ്പ് ഉള്ളത്. ഈ ഷേപ്പിന് ഒരു പേരുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ പഠിക്കാൻ. പറയാനാണെങ്കിൽ നമുക്ക് കുറെ പറയാം. തൽക്കാലം സർഫസിനെ ടച്ച് ചെയ്ത് പോകാം. +1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. +1 കെമിസ്ട്രി സയൻസ് എടുക്കാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊന്നും ഇത് ആവശ്യമില്ല പറഞ്ഞ കാര്യങ്ങളും. സയൻസ് എടുക്കുന്ന ആൾക്കാർക്ക് കേട്ടിരുന്നത് നല്ലതാണ്. ചെറിയ ഓർമ്മ കിട്ടും അവിടെ പഠിക്കുമ്പോൾ. +1 പഠിക്കും. പറഞ്ഞു വന്ന കാര്യം ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് തോന്നുന്നു പെട്ടെന്ന്. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ആൽക്കെയിൻസ്? അത് തൽക്കാലം നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തേ. ഇഫ് an alkane contain n carbon atoms, ഒരു ആൽക്കെയിനിൽ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൽ n കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ how many hydrogen atoms will be there? എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 2n + 2. 2n + 2 ജനറൽ ഫോമുല ചോദിച്ചേക്കുന്നതാണ്. അതിന്റെ താഴെ ജനറൽ ഫോമുല ഏതാ ചോദിച്ചിട്ടുണ്ട്, എഴുതിക്കോ. If so, can you deduce a general formula for alkanes? CnH2n + 2. സ്പീഡിൽ പറയുകയാണ് കേട്ടോ. അടുത്തത് അനലൈസ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് CH4 and C2H6. What is the difference between number of carbon atoms and hydrogen atoms in CH4 and C2H6? CH4ലും C2H6ലും number of carbon and hydrogen atomത്തിന്റെ ഡിഫറൻസ് എത്രയാണ്? CH2. Difference is CH2. Is the difference same in the case of C2H6 and C3H8? Same ആണോ? Yes. C2H6 ഉം C3H8 കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസും സെയിം ആണ്. നമ്മൾ ചെക്ക് ചെയ്തതാണ് ഇതെല്ലാം. താഴെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലർ ഫോർമുല ഓഫ് എനി 2 സക്സസീവ് ആൽക്കെയിൻസ്? തൊട്ടടുത്തുള്ള 2 ആൽക്കെയിൻസിന്റെ ഡിഫറൻസ് എത്രയാണ്? CH2. താഴെ a series of such compound is called a homologous series. Such compounds ന്റെ ഒരു സീരീസിനെ പറഞ്ഞ പേരാണ് homologous series. ഡെഫിനിഷൻ അല്ല കേട്ടോ ഇത്. ഇതിനടുത്തത് homologous seriesന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി. 4 പോയിന്റ്സ് പഠിക്കണം. കേട്ടോ. ഇതിനടുത്ത് താഴെ hydrocarbons having double bond or triple bond between carbon atoms are known as unsaturated hydrocarbons. Definition ഒന്ന് പഠിച്ചിരുന്നോ? സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ്. പിന്നെ അടുത്ത ഡെഫിനിഷൻ താഴെ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ്. എനി 2 എന്ന് എഴുതിയേക്കണം കേട്ടോ. എനി 2 ഏതെങ്കിലും 2 കാർബൺ ആറ്റം എന്ന് പറഞ്ഞത് നമ്മളിത് പഠിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു തന്നില്ലേ, ഏതെങ്കിലും 2 കാർബൺ ആറ്റം നമ്മൾ ബോണ്ട് വന്നാൽ എല്ലാവരിലും വന്നതില്ല. അതായിട്ട് ഉദ്ദേശിക്കുന്നത് ഹിഡൻ മീനിങ് ആണത്. എനി 2 കാർബൺ ആറ്റം, ഏതെങ്കിലും 2 കാർബൺ ആറ്റം നമ്മൾ ഡബിൾ ബോണ്ട് വന്നാൽ ആൽക്കീനായി. ടേബിൾ 6.3 കംപ്ലീറ്റ് ചെയ്തു വന്ന 6.3 സാർ എല്ലാ കാർബൺ ആറ്റത്തിലും ഡബിൾ ബോണ്ട് വരാറുണ്ടോ? അങ്ങനെ കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ അത് ആൽക്കീൻ ആകൂല. ആൽക്കൈലിലും പെടാത്ത ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അതിലും പെടാത്ത കോമ്പൗണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു എന്താണ് കുറച്ച് ആൾക്കാരെ കുറിച്ച് പഠിക്കും. ആൽക്കൈൻ അതിന്റെ പുറത്ത് കുറെ എലിമെന്റ്സ് ഉണ്ട്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒരുമിച്ച് തന്നെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഡബിൾ ബോണ്ട് എല്ലാ കാർബൺ ആറ്റത്തിലും തന്നെ കോമ്പൗണ്ട്സ് ഉണ്ട്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എല്ലാം നിങ്ങൾ +1 പഠിക്കും. +1 ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ 10th ഇതൊക്കെ സുഖമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ, എല്ലാം ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കാൻ പറയുന്നത്.
അപ്പോ രണ്ട് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 കാർബണേറ്റിന്റെ കേസ്, 3 കാർബണേറ്റിന്റെ കേസ്. സി ഡബിൾ ബോണ്ട് സി 4 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതിയിട്ടുണ്ട്, മോളിക്കുലർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. 3 കാർബണേറ്റ് ആകുമ്പോൾ ഡബിൾ ബോണ്ട് 2 കാർബണേറ്റിന്റെ മിഡിൽ ഏതെങ്കിലും 2 കാർബണേറ്റിൽ ഡബിൾ ബോണ്ട് വരണം. ഇതുണ്ട്, കണ്ടൻസ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. കണ്ടൻസ് ഫോമിൽ എഴുതിയേക്കണൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ 2 കാർബണേറ്റ് തമ്മിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ദെൻ മോളിക്കുലർ ഫോമുല. ഇനി നിങ്ങൾ എഴുതേണ്ടത് 4 കാർബണേറ്റ് വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് എഴുതുന്ന കേസ് കംപ്ലീറ്റ് ചെയ്ത് വന്നു. 4 കാർബണേറ്റോൺസ്, 4 കാർബണേറ്റോൺസ്. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ആലോചിക്കണം കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? 4 കാർബൺ എഴുതണം ആദ്യം. എന്നിട്ടാണ് ബോണ്ടൊക്കെ ഇട്ടിട്ടത്. ഈ കേസിൽ ഒരു ഡബിൾ ബോണ്ട് വരും. ഇത് നോക്കാം, ഒന്ന് പറയാമോ? ഒന്ന് റൈഹാൻ വി എസ്, സോറി റൈഹാൻ, മുഹമ്മദ് റൈഹാൻ. റൈഹാനെ പറഞ്ഞോ. 4 കാർബണേറ്റ് ആക്കി പറഞ്ഞു. എവിടെ ഡബിൾ ബോണ്ട് ഇട്ടത്? ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിൽ ഇട്ടത്. ഇവിടെ ഇട്ടത്. പറഞ്ഞോ. ഫസ്റ്റത്തേല് 3 വരും. 3 ഹൈഡ്രജൻ വന്നു. രണ്ടാമത്തേല് 2 വന്നു. അടുത്തേല് 1 ലാസ്റ്റില് അടുത്ത് 2 എല്ലാത്തിലും ഹൈഡ്രജൻ വന്നു. ഇതിന്റെ കണ്ടൻസർ ഫോമിലും കൂടി പറഞ്ഞു. CH3 CH3 CH2 CH2 CH CH CH2 ഡബിൾ ബോണ്ട് അതിനെ പറയണം കേട്ടോ. ഡബിൾ ബോണ്ട് CH. സിംഗിൾ ബോണ്ട് എന്ന് പറയണം. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH. ഓക്കെ അല്ലേ? ഇനി ചിലപ്പോ നിങ്ങൾ ഡബിൾ ബോണ്ട് വേറെ സ്ഥലത്തായിരിക്കും എഴുതിയിരിക്കുന്നത്. നോ പ്രോബ്ലം. ഒന്നാമത്തെ കാർബണേറ്റിൽ എഴുതി. പക്ഷെ ഇതും സെയിം ആണ് അല്ലേ? അല്ലെ ശുദ്ധ അല്ലേ? സെയിം അല്ലേ? അതെ, ഇത് രണ്ടും സെയിം ആണ്. ഞാൻ നിങ്ങളുടെ സ്പേസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കോമ്പൗണ്ട് ഒരു സൈഡിൽ നോക്കണേ, മറ്റേ സൈഡിൽ നോക്കണേ ആണ് ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വന്നതാണ് 4 കാർബണേറ്റും. ഇവിടെ ഡബിൾ ബോണ്ട് വന്നിരിക്കും, ഡിഫറെന്റ് ആണ്. ഇതൊക്കെ അറിയാലോ, ചെക്ക് ചെയ്താൽ നമ്മളെല്ലാം. അത് കഴിഞ്ഞു. സോ അതിന്റെ കണ്ടൻസ് ഫോമുല, മോളിക്കുലർ ഫോമുല എന്ത് വരും? ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോമുല എന്ത് വരും? C4H8. Then 5th കാർബണേറ്റ്, സോറി 5 കാർബണേറ്റുള്ള കേസ്. അതിലൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ കണ്ടൻസ് ഫോമിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടൻസ് ഫോമിൽ ഉള്ളതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫോമിൽ വരയ്ക്കും. നമുക്ക് ഇഷ്ടമുള്ള വരയ്ക്കാൻ പറ്റില്ല. അവിടെ എങ്ങനെ തന്നേക്കുന്നത്? ഏത് കാർബണേറ്റിൽ തന്നേക്കുന്നത്? 5 കാർബണേറ്റ്. ഏത് കാർബണേറ്റിലെ ഡബിൾ ബോണ്ട് തന്നേക്കുന്നത്? കണ്ടൻസ് ഫോമിലയിൽ. കണ്ടൻസ് ഫോമിൽ നോക്ക്, ഏത് കാർബണേറ്റിന്റെ മിഡിലാണ് ഡബിൾ ബോണ്ട് തന്നേക്കുന്നത്? ഫസ്റ്റത്തെ 2 കാർബണേറ്റ്. ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. ഇനി ബാക്കി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. 2 ബോണ്ട്, 1 ബോണ്ട്, 2 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്. എല്ലാത്തിലും ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും. എഴുതില്ലേ? ഇനി കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. എന്നൊക്കെ പറയണം കേട്ടോ. ഞാനതിപ്പോ ഒരു പ്രാവശ്യം എടുത്ത് പോയതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞതാണ്. താഴെ നെക്സ്റ്റ് പേജ് 100. Analyze table 6.3 and find the number of hydrogen atoms in an alkane with n carbon atoms. n carbon atom ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും ആൽക്കീൻസിൽ? 2n. താഴെ ജനറൽ ഫോമിൽ എഴുതിക്കുക. CN
CnH2n. അതിന്റെ താഴെ ഫിഗർ 6.1 മോളിക്കുലർ ഫോർമുല വന്നിട്ടുണ്ട്. സോറി, കണ്ടൻസ് ഫോർമുല വന്നിട്ടുണ്ട്. കണ്ടൻസ് ഫോർമുല അല്ല കേട്ടോ അത് സ്ട്രക്ചറൽ ഫോർമുല വന്നിട്ടുണ്ട്. 2 കാർബണായിട്ടുള്ള ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് കണ്ടതാണ് ഓൾറെഡി. ഇല്ല, താഴെ ഡെഫിനേഷൻ ഉണ്ട്. ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ്. ഒരു ഡെഫിനേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് 3 ഡെഫിനേഷൻ എഴുതാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ. ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കേട്ടോ. ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കോൾഡ് alkanes. ഇല്ലേ, ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടെ. ആൽക്കെയിൻസില് സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരിൽ ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞു. ആൽക്കീൻസിലും ആൽക്കൈൻസിലും ഓപ്പൺ ചെയിൻ പറയുന്നത്. ഹൈഡ്രോ കാർബൺസ് പറഞ്ഞു ചേഞ്ച് ഉണ്ട് കേട്ടോ. ചേഞ്ച് അത് നമ്മള് നോക്കട്ടെ. നമുക്ക് 10ൽ വരുന്നില്ല, സമയം കിട്ടോടെ കാണിച്ചു തരാം. ഓപ്പൺ ചെയിൻ അല്ല പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആൽക്കീൻസിലും ആൽക്കൈൻസിലും ഓപ്പൺ ചെയിൻ കൊടുക്കണ്ട, ഹൈഡ്രോ കാർബൺ കൊടുക്കാം. ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ്. ഓക്കെ അല്ലേ? താഴെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ദിവസവും സ്കൂളുണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോ? എല്ലാ ദിവസവും 3 ദിവസമല്ലേ ആഴ്ചയിൽ? ശനിയാഴ്ച ഉണ്ട്. എക്സാംസ് അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഉണ്ടോ എക്സാമില്? എക്സാം അപ്പൊ എന്നാ എക്സാം കഴിഞ്ഞോ? അടുത്ത തിങ്കളാഴ്ച. ഏതെങ്കിലും സ്കൂളിൽ എക്സാം കഴിഞ്ഞോ കെമിസ്ട്രിയുടെ? എല്ലാരും ഒരുമിച്ചാണ് കഴിഞ്ഞു പോയില്ല അല്ലേ? ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നോ അപ്പൊ? ഇല്ല. അപ്പൊ ഹയ അവിടെയല്ലേ ഇപ്പൊ പഠിക്കണം? നാട്ടിൽ വന്നോണ്ട് എക്സാം കിട്ടിയില്ല, ഓൺലൈനിൽ തന്നില്ല. അവിടെ തന്നെയല്ലേ പഠിക്കുന്നത്? അതെ. നമുക്ക് ഒരു കേസ് ചെയ്യാം, അത്ര സമയമുള്ളൂ. 4 കാർബണാറ്റുള്ള കേസ്. അതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതണം. എന്ന് എഴുതാലോ. അതിന്റെ സ്ട്രക്ചർ ഫോർമുല ഒന്ന് തന്നിട്ടുണ്ട് അവിടെ, ഒന്ന് പറഞ്ഞു തന്ന പ്രൂഫ് ആയതാ. CH ഡബിൾ ബോണ്ട് ഇത് ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് CH2 CH3. അതിന്റെ മോളിക്കുലർ ഫോർമുല ഇതൊരു C4H6. അടുത്ത കൂടി ചെയ്യണോ? സമയമുണ്ടല്ലോ, ചെയ്തോന്നാ. പെട്ടെന്ന് ചെയ്തോ. ഉണ്ടാകോ? നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. ഇനിയും സമയം കളഞ്ഞ് പിന്നെയും ചെയ്യുവാണ്. 5 കാർബൺ ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാട്ടോ നിങ്ങൾക്ക്. പലരും പല വെറൈറ്റി ചെയ്തോ എല്ലാവരും. ട്രിപ്പിൾ ബോണ്ട് പല സ്ഥലത്ത് കേട്ടോ. വെയിറ്റ് ചെയ്തോട്ടെ. ഒന്നും തന്നിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കണ്ടൻസ് ഫോർമുല ഒന്നും തന്നിട്ടില്ല. ഇത് കംപ്ലീറ്റ് ചെയ്തോ. ഇത് എന്റെ കണ്ടൻസ് ഫോർമുല എഴുതിക്കോ, മോളിക്കുലർ ഫോർമുല എഴുതിക്കോ. എങ്ങനെയുള്ളിൽ എഴുതാട്ടോ. അവസാനം
ആൻസർ കിട്ടിയാൽ മതി. C5H8 കിട്ടിയാൽ മതി. 5 കാർബൺ ആറ്റം 8 ഹൈഡ്രജൻ ആറ്റം, അതിൽ കൂടാനും കുറയാനും പാടില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. സാർ പറയാം. സാർ ഇവിടെ C5H8 തന്നെ എഴുതണമെന്നുണ്ടോ? C5H8 എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റവും 8 ഹൈഡ്രജൻ ആറ്റം വേണം അവസാനം എഴുതി കഴിയുമ്പോൾ. സാർ അതല്ല, ഇത് ആ ഓർഡറിൽ തന്നെ എഴുതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. C5H8 തന്നെ എഴുതണമെന്നില്ലല്ലോ. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 5 കാർബൺ ആറ്റം ഇല്ലേ? നമ്പർ ഓഫ് കാർബൺ ആറ്റം 5 ആണ്. സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ക്ലാസ് 4:45 ആണ് കേട്ടോ. 4:45 to 6. ഓക്കെ. ഇനി ചിലപ്പോൾ മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചില്ലെങ്കിലും ആ ടൈമിൽ ഞാൻ കേട്ടോ, നേരത്തെ വന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വെയിറ്റ് ചെയ്യുക, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാർ നാളത്തേക്ക് മാത്രല്ലേ 4:45 ക്ലാസ്? നാളെ മാത്രം. ഓക്കെ, താങ്ക് യു സാർ.